ഈ ഡൽഹി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും പിടിക്കാനല്ല, കെ സിയെ പിടിക്കാനാണ്. ഞാൻ കെ പി സി സെക്രട്ടറിയാ എന്ന് പറയുമ്പോൾ ഞാനും സെക്രട്ടറിയാ എന്ന മറ്റേ ആൾ. ഇവർക്ക് പരസ്പരം അറിയില്ല, അതാണ് പ്രശ്നം. കെ മുരളീധരനായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സിയിലെ നേതൃയോഗം വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൽ വിളിക്കാൻ പറ്റത്തില്ല. ആ ഒന്നുകിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ വിളിക്കണം, അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. കെ പി സി ഓഡിറ്റോറിയം ഇപ്പോൾ വലുതാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും കൂടെ എന്നാലും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന്. നിലവിലുള്ള നേതാക്കന്മാരെക്കാൾ മികച്ച നേതാക്കന്മാരെ വളർന്നു വരാനായിട്ട് കോൺഗ്രസിനകത്ത് നിലവിലുള്ള നേതൃത്വം അനുവദിക്കുന്നില്ല. പുകഴ്ത്തലും വിമർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിവുള്ളതാണ് അയോഗ്യതയായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത വൈരുദ്ധ്യം ഈ പാർട്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ. രാജൻ ഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഡൽഹിക്കുള്ള ടിക്കറ്റിന്റെ റേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കുതിച്ചു കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കെ പി സി സിയുടെ പുനഃസംഘടന ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് പുതിയ കെ പി സി സി നേതൃത്വം വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇത് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുടെ സമയത്തും കെ എസിന്റെ പുനഃസംഘടനയുടെ സമയത്തും ഒക്കെ ഈ കോൺഗ്രസിലെ വിവിധ പോഷക സംഘടനകളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇപ്പം എയർലൈൻസുകാരൊക്കെ അവരുടെ ടിക്കറ്റിന്റെ റേറ്റ് താരിഫ് തീരുമാനിക്കുന്നത്. അതിപ്പോൾ മേക്ക് മൈ ട്രിപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ടാണ് കയറുന്നത്. 10,000 രൂപയുടെ ടിക്കറ്റ് 25,000 രൂപയിലേക്കും ഇതിലോട്ടൊക്കെ ജമ്പ് ചെയ്തു പോകുന്നു. റൗണ്ട് ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഭയങ്കര ചാർജാണ്. കാരണം ഇവരെങ്ങനെങ്കിലും എത്താനാണ് നോക്കുന്നത്. കാരണം ഫ്ലൈറ്റിന് പോയിട്ടില്ലെങ്കിൽ ട്രെയിനിന് പോകാൻ നിന്ന് അപ്പോഴത്തേക്ക് മറ്റവും പോയിട്ട് അവിടെ കച്ചവടം ഉറപ്പിക്കും. അതാണ് പ്രശ്നം. ഈ ഡൽഹി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും പിടിക്കാനല്ല, കെ സിയെ പിടിക്കാനാണ്. ബാക്കിയുള്ളവരും ഉണ്ട്. ഇപ്പം ആന്റണി മുഖേന ചിലരെ ഇതാക്കുക, ഓരോ എം പിമാരും മുഖേനയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സമയത്തൊക്കെ പലരും ഒത്തിരി പേരോടെ പോയിരുന്നു. ഇപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനം, ഇങ്ങനൊരു പാർട്ടി കേരളത്തിൽ വേറെ ഇല്ല. അപ്പോൾ ബി ജെ പിയുടെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. അതിനകത്ത് ചില പുഴുക്കുത്തുകളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിക്കകത്തും, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ചില പുഴുക്കുത്തുകൾ കയറിക്കൂടും. എല്ലാ പാർട്ടിക്കകത്തും കയറിക്കൂടും. ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അല്ലാതെ അങ്ങ് കടഞ്ഞെടുക്കാനും ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാനും എല്ലാം ഏറ്റവും തികഞ്ഞ ആൾക്കാരെ മാത്രം കൊണ്ട് നിർത്താനും ഒന്നും ഒരു പാർട്ടിക്കും കഴിയില്ല. അത് സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസിലെ നേതൃയോഗം കൂടുമ്പം ഒരാൾ വന്നിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ കെ പി സി സെക്രട്ടറിയാ എന്ന് പറയുമ്പോൾ ഞാനും സെക്രട്ടറിയാ എന്ന മറ്റേ ആൾ. ഇവർക്ക് പരസ്പരം അറിയില്ല, അതാണ് പ്രശ്നം. ഒരു ജില്ലയിൽ നിന്ന് തന്നെ 4-5 സെക്രട്ടറിമാരൊക്കെ വരുന്നത് ഒരു സമയത്ത്. ഈ സെക്രട്ടറിമാരാകുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ അത് കെ എസ് യു തൊട്ട് യൂത്ത് കോൺഗ്രസ് തൊട്ട് മഹിളാ കോൺഗ്രസ് തൊട്ട് പിന്നെ കർഷക കോൺഗ്രസ് തൊട്ട് പിന്നെ ഇവരുടെ സാംസ്കാരിക സാഹിത്യം അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ സംഭവത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നാട്ടിലെല്ലാം ഫ്ലെക്സ് വെക്കും. കെ പി സി സി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്നയാൾക്ക് അഭിവാദ്യങ്ങൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ, പിന്നെ ആക്രി പെറുക്കൽ തൊഴിലാളി, ഇതെല്ലാം അവരുടെ കയ്യിലെ പൈസയ്ക്കാ. ഇവര് തന്നെയാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇവര് തന്നെ ഇവരുടെ ഫോട്ടോ ഇവരെ ആൾക്കാരെ കൊണ്ട് പിന്നെ ബോർഡ് കൊണ്ടുപോയി വെപ്പിക്കുന്നു. അതിന് ഇവർ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പൈസക്ക് ഇത്രയും കളഞ്ഞിട്ട് ആയിട്ടെന്താ കാര്യം എന്നുള്ളതാണ്. കെ പി സി സി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും വിലയുണ്ടോ? എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ട്? എത്ര വൈസ് പ്രസിഡന്റുമാരുണ്ടാവും? വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരേ ഉള്ളൂ. AP അനിൽകുമാറും വിഷ്ണുവും അതേപോലെ ഷാഫിയും. അതിനു മുമ്പ് സിദ്ദിഖായിരുന്നു. അവരെ മാറ്റിയിട്ട് എന്തിനാ ഇവരെ കൊണ്ടുവന്നെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനകത്തൊരു സംഭവമില്ല. ഒരു പ്രാവശ്യം ഒരു ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നു, പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല. കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല ടീമുണ്ട് അവർക്ക്. പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കെ മുരളീധരനും ഒക്കെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ മുൻ പ്രസിഡന്റുമാരെ കൊണ്ട് പഴയ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. മറ്റത് മുൻ പ്രസിഡന്റുമാരാണ് ഇടയ്ക്കിടയ്ക്ക് കോരിട്ടിളക്കി കൊണ്ടിരുന്നത്. VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും MMS ആണെങ്കിലും ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളും പറയാൻ പോകുന്നില്ല. അതേപോലെ മുന്നണി കൺവീനറായിട്ട് അടൂർ പ്രകാശ് ഉണ്ട്. അവർക്ക് പറ്റുന്ന നല്ല ടീമുണ്ട്. പക്ഷേ ആ ടീമിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് സംഘടനയിൽ വരേണ്ടത്, ഈ പാർലമെന്ററി രാഷ്ട്രീയവും സംഘടനാ രാഷ്ട്രീയവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഘടനയെ ശില്പിക്കണമെങ്കിൽ സംഘാടകനായിരിക്കണം, അയാൾ ഓർഗനൈസർ ആയിരിക്കണം, ഒരു ലീഡിംഗ് പേഴ്സണാലിറ്റി ഉണ്ടാവണം. പാർലമെന്ററി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് വരുമ്പം ജനകീയനായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ഉടായ്പും ഗിമ്മിക്കും പിന്നെ കല്യാണത്തിനും ഇതിനൊക്കെ പോവുകയും പിന്നെ പിള്ളേരെ മക്കളെ തുടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനകീയനാവാം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിപ്പിക്കാൻ പറ്റണം. കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റ് എൻ്റെ ഓർമ്മയിൽ, ഇപ്പോൾ നമ്മളൊരു സ്കൂൾ വിദ്യാഭ്യാസം തൊട്ടുള്ള രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് നോക്കുമ്പോൾ കെ മുരളീധരനായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സി. നല്ലൊരു കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ കെ മുരളീധരൻ കുറച്ചുകൂടെ ഓർഗനൈസർ ആയിരുന്നു. കെ മുരളീധരൻ വരുന്നത് നൂൽ കെട്ടി ഇറക്കിയതാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയിട്ടാണ് പിന്നെ AK ആന്റണി മുഖ്യമന്ത്രി ആകുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ? മുഖ്യമന്ത്രി വരുന്ന സമയത്താണ് ഇക്വേഷന്റെ ഭാഗമായിട്ട് ഈ പുള്ളിയെ. അതുകൊണ്ടാണ് ഇപ്പൊ KPCC ഓഫീസിന് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വരാൻ. അതെ. അത് നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു. മുരളി സംഘടനയെ ചലിപ്പിച്ചിരുന്നു. സംഘടനയെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ കെ സുധാകരൻ വന്നപ്പോൾ പാവത്തിന് തന്നെ സെമി കേഡറാക്കണം. കേഡർ കണ്ണൂരിനായതുകൊണ്ട് ഇത് കേട്ടിട്ടുണ്ട്. കേഡർ എന്താണെന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല. ചക്കയാണോ വാങ്ങിയാണെന്ന് അറിയത്തില്ല. പക്ഷേ KPCC പ്രസിഡന്റായിട്ട് കെ സുധാകരൻ ഒരു 10 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ഗതി. അതെ. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതത്തിൽ
ജീവിതത്തിലെ വസന്ത കാലഘട്ടം അതിനുവേണ്ടി ഉപയോഗിച്ചില്ല, ഊർജ്ജസ്വലമായ ഒരു കാലഘട്ടം. പിന്നെ ശാരീരികമായ ആവശ്യതകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് കേരളത്തിന്റെ KPCC പ്രസിഡന്റെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഒരു പക്ഷേ അധികാരത്തിൽ പോലും വരത്തില്ല. അതിന് സാധ്യതയുണ്ടായിരുന്നു. കാരണം ഒരു ക്രൗഡ് പുള്ളറാണ്. സംഘടന എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ ധാരണയുണ്ട്. കാരണം കണ്ണൂരിൽ സംഘടന ഉണ്ടാക്കിയ ആൾ, കണ്ണൂരിൽ സംഘടന ഉണ്ടാക്കിയ ആൾക്ക് ആലപ്പുഴയിലും തൃശ്ശൂരും ഇവിടെയൊക്കെ നിലവിലുള്ള സാധനത്തെ ഒന്ന് പിന്നെ എണ്ണയിട്ട് ഒന്ന് ശരിയാക്കി മിനുക്കിയെടുത്ത് പോളിഷ് ചെയ്ത് അതിനെ ചലിപ്പിക്കാൻ പറ്റുന്ന ശേഷിയുണ്ട്. കാരണം കണ്ണൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആളെ കിട്ടാത്തൊരു പ്രശ്നം. പിന്നെ പാർട്ടി ഗ്രാമങ്ങൾ അവിടോട്ട് കടന്നു കയറി എല്ലാ രീതിയിലും ഇപ്പോൾ നാൽപ്പാടി വാസുവിൻ്റെ കൊലപാതകമൊക്കെ നമുക്കറിയാം, ഇദ്ദേഹത്തിന് നേരെ തൊട്ട് വന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടിച്ചും കൊടുത്തും പാർട്ടി ഉണ്ടാക്കിയ ഒരാളുടെ ശേഷി ഉപയോഗിക്കേണ്ട പ്രായത്തിൽ ഉപയോഗിച്ചില്ല. കാരണം പുള്ളിയെ ആക്കിയത് 2021 2021 പുള്ളിയെ ആക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏറെക്കുറെ പല്ലു കൊഴിഞ്ഞ സിംഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ്. മനസ്സിൽ പോരാളി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു. ഇവരുടെ KPCCയിലെ നേതൃയോഗം വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൽ വിളിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ കലൂർ സ്റ്റേഡിയത്തിൽ വിളിക്കണം, അല്ലെങ്കിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ. KPCC ഓഡിറ്റോറിയം ഇപ്പോൾ വലുതാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും കൂടെ എന്നാലും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും പത്രപ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടിക്കുന്നിൽ സുരേഷിന്റെ വീട്ടിൽ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയിരുന്നു. അതിനുശേഷം കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റിനെയും കേരള ഹൗസിൽ പോയി കണ്ടിട്ടുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യതയോ അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യതയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകൾ അവർ അദ്ദേഹത്തിൻ്റെ പെട്ടിപിടുത്തക്കാർ മാത്രമാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ KPCCയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഈ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യത ഒരാളുണ്ടായിരുന്നല്ലോ, ഇടുക്കി എന്നുള്ള കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു പണ്ട്. ഇവർ AICC സേനാപതി വേണു CPMന് പാർട്ടി പ്ലീനം നടത്തുന്നത് കണ്ടപ്പോൾ ഇവർ പ്ലീനറി സമ്മേളനം നടത്തി. അങ്ങനെ അപ്പം അത് നടത്തി എവിടെ വെച്ചായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ആ സമയത്താണ് ഈ ടോം വടക്കനെതിരായിട്ടുള്ള പരാമർശം വരുന്നത്. ടോം വടക്കൻ എന്ന തൃശ്ശൂർ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നിൽക്കുന്നത്. അതിനുള്ള എല്ലാ PR വർക്കും നടത്തി അങ്ങനെ നിൽക്കുകയും കേരളത്തിലെ മലയാളം കുറച്ച് അറിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ഷമാ മുഹമ്മദ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സേനാപതി വേണു പ്രസംഗിച്ച പ്രസംഗമുണ്ട്. AICC ഓഫീസ് മേ ചായ് ദേനെ വാലക്കോ ജാഡു മാറനെ വാലക്കോ പിന്നെ ഒന്നും അവിടെ സീറ്റ് അസംബ്ലി മണ്ഡലമേലേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ അടിച്ചു വരുന്നവർക്കും പിന്നെ അവിടെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നവർക്കും ഒന്നും ഇവിടെ സീറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അതൊരു വലിയ ട്രെൻഡ് സെറ്റ് ചെയ്തു. അങ്ങനെ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടോമടക്കനൊക്കെ പിന്നെ ഇതാവുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടത് ഈ ഒരു ഷഫ്ലിംഗ് നടത്തുമ്പം അവർ ചെയ്യേണ്ടത് മഹിളാ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും എല്ലാം ഒരു അടിച്ചുപണി നടത്തണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ ഇപ്പോൾ MLA ആയി, രാഹുൽ മാങ്കൂട്ടത്തിനെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടുത്തുക. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ആപ്റ്റായിട്ടുള്ള ഒരാളെ കൊണ്ടുവരിക. അതിൽ കൊണ്ടുവരാൻ പറ്റിയ ആൾ എനിക്ക് തോന്നുന്നത് KM അഭിജിത്ത് ആയിരിക്കും അതിന് ഏറ്റവും പറ്റുന്ന ഒരാൾ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം സംഘാടകനാണ് നിലവിൽ KM അഭിജിത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. KM അഭിജിത്തിന്റെ കാര്യങ്ങൾ AICC തന്നെ പരിഗണിക്കുന്നതാണ് നമുക്ക് അവസാനമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഏറ്റവും മാന്യമായ ഒരു തീരുമാനം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിലൊക്കെ യഥാസമയം സ്ഥാനത്തേക്കൊന്നും പരിഗണിക്കപ്പെടാതെ പോവുകയോ ഒക്കെ പരിഗണിക്കപ്പെടുകയും എന്നാൽ അവസരം നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളെയൊക്കെ KPCC ജനറൽ സെക്രട്ടറിമാരായിട്ട് കൊണ്ടുവരണം. യുവമുഖത്തെ കൊണ്ടുവരാൻ പറ്റണം. അവിടെ യുവ നേതാക്കന്മാരായ ആളുകൾ തന്നെ ഇതിൻ്റെ നേതൃയോഗങ്ങൾക്കകത്ത് ചിലരെ വെട്ടാൻ ശ്രമിക്കുകയാണ്. അവരിൽ കാണുന്ന അയോഗ്യത എന്ന് പറയുന്നത് അവർ ഏബിൾ ആണെന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. എന്നേക്കാൾ കഴിവുള്ള ഒരുത്തരം വരും. അതായത് ഇപ്പം നിലവിലുള്ള നേതാക്കന്മാരെക്കാൾ മികച്ച നേതാക്കന്മാരെ വളർന്നു വരാനായിട്ട് കോൺഗ്രസിനകത്തുള്ള നിലവിലുള്ള നേതൃത്വം അനുവദിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഒരാൾ എലിജിബിൾ അല്ല എന്ന് അവർ പറയുന്നതിൻ്റെ കാരണം പവർഫുൾ ആണ് എന്നുള്ളതാണ്. കഴിവുള്ളവരെയാണല്ലോ നമ്മൾ സാധാരണ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് കഴിവുള്ളതാണ് അയോഗ്യതയായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത വൈരുദ്ധ്യം ഈ പാർട്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ CPM എന്തൊക്കെ പറഞ്ഞാലും CPM ഈ ഒരു യുവനിലവിനെ നിരയെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? പ്രിയാസിനെ കൊണ്ടുവന്നു, സ്വരാജിനെ കൊണ്ടുവന്നു, റഹീമിനെ പിന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ഈ ഒരു സാധനമില്ല എന്നേക്കാൾ കഴിവുള്ളവൻ വരണ്ട എന്നുള്ളത്. കാരണം ഇപ്പോൾ സ്വരാജ് നല്ല ഇൻ്റലക്ച്വലാണ്. അവൻ വന്നാൽ നമുക്ക് ശല്യമാകുമെന്ന് കരുതിയിട്ട് രാജീവും ബാലഗോപാലും കൂടെ, ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിൽ രാജീവും ബാലഗോപാലും കൂടെ സ്വരാജിനെ വിട്ടു. വളർന്നു വരാൻ സമ്മതിക്കത്തില്ല. വസീഫും സനോജും DYFയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും മോശമുള്ള ചെറുപ്പക്കാരൊന്നുമല്ല. അവർ ഈ കോപ്രായങ്ങളൊന്നും കാണിക്കുന്നുമില്ല. വസീഫിന് ആകെ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞത് മാത്രമാണ്. 3 ലക്ഷത്തിന് മേളിൽ തോറ്റ സ്ഥലത്ത് അത് പറയാൻ പാടില്ലായിരുന്നു. ഇലക്ഷൻ വരെ അങ്ങനെ പറയാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ചില ഇമ്മച്ചുവർ ആണെങ്കിലും. അതേപോലെ തന്നെ BJPയുടെ പുനഃസംഘടനയ്ക്കകത്ത് ഈ പറയുന്ന VV രാജേഷും കൃഷ്ണകുമാറും നാഗേഷും ഒക്കെ അങ്ങനെ കുറച്ച് പേര് കയറി കൂടിയെങ്കിൽ തന്നെയും മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 70:30 എന്നുള്ള ഒരു സാധനമുണ്ട്.
ഒരു 70% പേര് പെർഫെക്റ്റ് ആയിട്ട് അത് കൊണ്ടു നടക്കാൻ പറ്റുന്നവരെ, സംഘാടക ശേഷിയുള്ളവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം അവർക്ക് യുവരാജ് ഗോകുലിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാരെയൊക്കെ അതിനകത്ത് പരിഗണിക്കാമായിരുന്നു. സന്ദീപ് വചസ്പതിയെയും ജില്ലാ പ്രസിഡന്റായിട്ട് ഒതുക്കാതെ സംസ്ഥാന ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ ഇവരെക്കുറിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇവരുടെ വാക്ചാതുര്യം മാത്രമേ ഉള്ളൂ, സംഘടനാ പ്രവർത്തനത്തിൽ ഇവരൊക്കെ വളരെ പിന്നോട്ടാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീണ്ടും കോൺഗ്രസിന് വേണ്ടിയിട്ട് പെട്ടിപിടിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ തന്നെ തനിക്ക് സ്തുതി പാടുന്ന ആളുകളെയും മാത്രമാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ 2026 തെരഞ്ഞെടുപ്പിൽ ഏറെ പരിതാപകരമായിരിക്കും തോന്നില്ലേ? 2022 തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, KPCCയുടെ പുനഃസംഘടന കഴിയുമ്പോൾ തന്നെ സംഭവം പൊട്ടലും ചുറ്റിലും വരും. ഇതിപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞാൽ ഒന്നായിട്ട് കത്തും. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം പലയിടത്തും അമർഷങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഉന്നയിച്ചു കൊണ്ടുവന്ന വിഷയങ്ങൾ തന്നെ അതുകൊണ്ടാണല്ലോ അവരുടെ ഇടയിൽ ചർച്ചയാവുന്നത്. അതുകൊണ്ട് ഈ അമർഷങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പുതിയ കോക്കസ്, അതും നമ്മൾ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്ന യുവ നേതാക്കന്മാരെന്ന് പറഞ്ഞ് വരുന്നവരാണ് ഇതിനെ മൊത്തം ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത്. തിരുവഞ്ചൂരിനെയും KC ജോസഫിനെയും രമേശ് ചെന്നിത്തലയെയും VD സതീഷിനെയും ഒക്കെ പോലെയുള്ള ബെന്നി ബെഹനാനെയും അതിനപ്പുറത്ത് KC വേണുഗോപാലിനെയും ഒക്കെ പോലെയുള്ള ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ ഇവിടെ നിൽക്കുമ്പം, ജീവിച്ചിരിക്കുമ്പോൾ, MM ഹസനും BM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ജീവിച്ചിരിക്കുമ്പം, ഇവിടെ നിന്ന് 10, 40, 35 ഒക്കെ വയസ്സുള്ള ആൾക്കാർ വന്നിട്ട് പാർട്ടിയെ വിഴുങ്ങാൻ നോക്കുകയാണ്. ആ വിഴുങ്ങാൻ നോക്കുക എന്ന് പറയുമ്പം അവിടെ കോർണർ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഓപ്ഷൻ വേറെ ഉണ്ട്. പണ്ടത്തെ പോലല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ LDF ഓർ UDF എന്നുള്ളതാണ്. ഇപ്പം അതിനപ്പുറത്തേക്ക് മാറും. ഇപ്പം കൊല്ലം ജില്ലയിലാണെങ്കിലും, തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും, തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും, ആലപ്പുഴ ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലാണെങ്കിലും, പാലക്കാട് ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലാണെങ്കിലും ഒക്കെ താഴെയപ്പെടുന്നവർക്ക് അപ്പുറത്ത് BJP വലിയ അവസ്ഥയുണ്ട്. അപ്പുറത്ത് താമര കൊടുത്ത് അവർ സ്വീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂത്ത് കോൺഗ്രസ്സിൽ പ്രായപരിധി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ ഏത് വിധേന അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് കോൺഗ്രസിന് മുമ്പിലുള്ള വലിയൊരു പ്രശ്നമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന, എന്നാൽ സമരമുഖങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന, ചാനൽ ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് KPCCക്കകത്ത് ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ലേ? അല്ല, ഈ ചാനൽ ചർച്ച ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചാനൽ ചർച്ചയും ഇതും രണ്ട് പാറ്റേണാണ്. നല്ലൊരു ഡിബേറ്റർ അല്ലെങ്കിൽ നല്ല ഒരു പ്രസൻറ്റർ അത് നല്ല സംഘാടകനായിക്കണമെന്നില്ല. ഓർഗനൈസിങ്ങും ഇതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. MM മണിയാശൻ നല്ല ഓർഗനൈസറാണ്. പക്ഷെ മൈക്കിന് മുമ്പിൽ കിടന്ന് കഴിഞ്ഞാൽ തനി വൃത്തികളെ പറയത്തുള്ളൂ. പക്ഷെ നല്ല പ്രാസംഗികനാണ് അദ്ദേഹം. കാരണം വളരെ തനതായ നാടൻ ഭാഷയിൽ അങ്ങോട്ട് പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആളുകൾ കേട്ടിരിക്കില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവളുമാർക്ക് അവിടെ മറ്റേ പണിയാന്ന് പറഞ്ഞാലേ പ്രസംഗം. പിന്നെ ഒരുത്തനെ കുത്തിക്കൊന്നു, ഒരുത്തനെ ചവിട്ടിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ച് കൊന്നു. അത് വളരെ ഒറ്റപ്പെട്ട ചില പ്രസംഗങ്ങൾ മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സാധാരണക്കാരുടെ വിഷമങ്ങളൊക്കെ അദ്ദേഹം ചില സമയത്തൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഉണ്ട്. അതുണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ VSന്റെ പ്രസംഗം ആകർഷണീയത ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. ഏറ്റവും കൃത്യമായിട്ട് 2-3 മണിക്കൂർ കാര്യം അതൊരു വരി പോലും അതിൽ നിന്ന് മാറ്റേണ്ടതുണ്ടാവത്തില്ല, എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയും. VD സതീഷും നന്നായിട്ട് കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കൃത്യമായിട്ട് ഒരു വിഷയത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും പറഞ്ഞത് ആവർത്തിച്ച് അത് സമർത്ഥിക്കാനുമുള്ള ശേഷിയുണ്ട്. തർക്കശാസ്ത്രം അല്ലാതെ ഒരു ഓർഗനൈസറുടെ സ്കില്ലെന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല. അത് സംഘടന ഉണ്ടാക്കാനും അതിനെ ചലിപ്പിക്കാനും അതിൻ്റെ ഘടകങ്ങളെ ചലിപ്പിക്കാനും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും കഴിയണം. കീഴ്ഘടകങ്ങളിൽപ്പെട്ടവരെ കൊണ്ട്, ബാക്കിയുള്ളവരെ കൊണ്ട്, സഹപ്രവർത്തകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റണം. ആ ജോലി ചെയ്യിപ്പിക്കാനുള്ള സ്കില്ല് VD സതീഷിനുണ്ട്. അത് കുറേ ഉണ്ട്. അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്, മുരളീധരനുണ്ട്. മുരളീധരനൊക്കെ KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബൂത്ത് തലം വരെ ശക്തമായിരുന്നു പാർട്ടി. രമേശ് ചെന്നിത്തല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, DIC എന്ന് പറയുന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി കരുണാകരനും മുരളീധരനും അടക്കമുള്ള കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇടതുപാളയത്തിലേക്ക് പോയ സമയത്തും വളരെ ശക്തമായ തന്നെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള നേതാക്കന്മാർ ഒരാളാണ് രമേശ് ചെന്നിത്തല. അതിൽ തർക്കമൊന്നുമില്ല. കാരണം പിന്നെ MP രാഘവൻ CPM പുലർത്തിപ്പോയ, പിന്നെ ഗൗരിയമ്മ പോയപ്പം CPM എന്ന പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ സംരക്ഷിച്ച് പിന്നെ പാർട്ടി സംവിധാനം കൊണ്ടുപോയതുപോലെ കേഡർ പാർട്ടി അല്ലാത്ത കോൺഗ്രസ് പാർട്ടിയെ കരുണാകരനെ പോലെ, മുരളീധരനെ പോലെ പ്രഗത്ഭനായ ഒരു KPCC പ്രസിഡന്റ്, കരുണാകരനെ പോലെ സമാനതകളില്ലാത്തൊരു ലീഡർ, അവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അങ്ങ് പോകുമ്പം പിന്നെ നമ്മളെ കോടത്ത് ഗോവിന്ദൻ നായർ അപ്പാവൊക്കെ ബലറാമൊക്കെ വെറുതെ സൈഡായി പോയി, മരിച്ചുപോയി. ബലറാമും മരിച്ചുപോയെന്ന് എനിക്ക് സംശയമുണ്ട്. വടക്കഞ്ചേരിയിലെ MLA സ്ഥാനവും വെറുതെ കളഞ്ഞ് 2 വർഷങ്ങളുടെ കാലാവധി ഉണ്ടാകുമ്പോൾ പിന്നെ എവിടെ എത്തിയില്ല. ആൾക്കാരെല്ലാം കൂടെ കൊടുത്തൊരു ടീം പോകുന്നവരെ കുറേ പേരെ പോകുമെന്ന അവസാന നിമിഷം വരെ തോന്നിപ്പിച്ചവരെ ഒരു പുറത്തോട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റി ഇവർക്ക്. ആ ഒരു സംഘടനാ മിഷണറിക്കകത്ത് കയറിയിട്ട് ഈ ഇമ്മച്ചറായിട്ടുള്ള ആളുകൾ അവരുടെ വ്യക്തിപരമായ താല്പര്യം നോക്കിയിട്ട് എനിക്ക് ഭീഷണിയാവുന്നവനെ വെട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവരെ വെട്ടാൻ BJP കാത്തിരിക്കുകയാണെന്നേ.
ഇവരെ വെട്ടാൻ BJP കാത്തിരിക്കുമ്പോൾ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക ഈ പരിപാടിയാണ്. ഫൈനൽ ഗുണഭോക്താവായിട്ട് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. കോവളത്ത് അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു നല്ല നേതാവ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ നേതാവ് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഇരുന്ന, കോവളത്ത് തന്നെ ആവണമെന്നില്ല, തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു നാടാർ സമുദായത്തിൽ നിന്നൊക്കെ ഒരു നല്ല കോൺഗ്രസ് നേതാവുണ്ട്, അയാൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അപ്പുറത്ത് ഇടതുമുന്നണിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അവർ നേരെ സ്വതന്ത്രനാക്കിയിട്ട് അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യും, കോവളത്ത് കൊണ്ടിട്ട് നോക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് വരേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം CR മഹേഷിനെ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാനത്ത് പരിഗണിക്കേണ്ടതാണ്. CR മഹേഷ് MLA ആണ്. MLA ആണ്. അതുകൊണ്ട് സംസ്ഥാന കൺവീനറാണ് പുള്ളി. അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടി പൊസിഷൻ ഇരിക്കുന്ന ആളുകളൊന്നും ഭാരവാഹിത്വത്തിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ MLA ആണ്, അപ്പൊ അതുകൊണ്ട് ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അങ്ങനെയുള്ള ഒരാളൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ അതേപോലെ ഇപ്പോൾ ശബരിനാഥൻ ശ്രദ്ധിക്കേണ്ടത്, പാർട്ടി സെൻറ്റർ എന്ന് പറയുന്ന സംവിധാനം CPM-നുണ്ട്. CPM-ന് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. AKG സെൻറ്ററിനോട് ചേർന്ന് തന്നെ അവിടെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പാർട്ടി സെൻറ്ററിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിടെ താമസ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത ഫ്ലാറ്റാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർക്ക് ഭരണമുണ്ട്, അവർക്ക് പിന്നെ യാത്ര ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, യാതൊരു പ്രയാസവും ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടുത്ത് പൈസയില്ല. ആ സമയത്ത് സെൻട്രൽ പ്രവർത്തിക്കാൻ അവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളെ കൂടുതൽ റിക്രൂട്ട് ചെയ്യണം. അതിനകത്ത് തന്നെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്ന ഇപ്പോൾ ശബരിനാഥിനെ പറ്റുമോ? ശബരിനാഥിനെയൊക്കെ പിന്നെ KPCCയിലെ ഒരു ചുമതല കൊടുത്ത് അവരെല്ലാം ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 3-4 വരെ. ശബരിനാഥിനെയൊക്കെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം കാര്യം കുടുംബം വ്യക്തിപരമാണ് എന്നൊക്കെ പറയും, പക്ഷേ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ S. അയ്യർ അവർ സ്ഥിരമായിട്ട് ഈ പിണറായി സ്തുതികൾ കൊണ്ട് കോൺഗ്രസിനൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ രണ്ടും വ്യത്യാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുടുംബവും ഇതെന്ന് വ്യത്യാസം ഒരു കുടുംബമാണെന്ന്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഭർത്താവ് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ രണ്ട് വ്യക്തികളാണ് എന്നൊക്കെ പറയാം. പക്ഷേ എത്രത്തോളം ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, ഒരിക്കലും അല്ല. പത്മജയും കരുണാകരനും 2 തീരുമാനം എടുത്തു. ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാർ 2 സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രു ഈ ജന്മത്തിലെ മകനായി ജനിച്ചു എന്ന് വരെ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ളയാണോ കരുണാകരനാണോ ആരോ ഒരാൾ പറഞ്ഞു. വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. TV തോമസും KR ഗൗരിയമ്മയും കൂടി പിരിയുന്ന സമയത്ത് രണ്ടുപേരും 2 പാർട്ടിയിലായിരുന്നു. അതെ. അവർ പിരിയാനുള്ള കാരണം തന്നെ അതായിരുന്നു. അതിനകത്ത് EMS വലിയ പങ്കും ഉണ്ടായിരുന്നു. കാരണം അത് പാർട്ടിയുടെ അസഹിഷ്ണുത എന്ന് ഞാൻ അതിനെ പറയുള്ളൂ. അല്ല, ഞാൻ അതങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അത് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. അതിന് അവിടെ ഒരു വലിയൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ല, ശബരിയുടെ വിഷയത്തിനകത്ത് പറയുമ്പോൾ ഇപ്പം മലപ്പുറം ജില്ലയ്ക്കകത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് രശ്മിൽനാഥ്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് രശ്മിൽനാഥ്. പിന്നെ മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം ജില്ലാ പ്രസിഡന്റാണ്. രശ്മിലിൻ്റെ സഹോദരൻ ഡോൽനാഥ് DCC സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ഇപ്പം അൻവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അൻവറിൻ്റെ സഹോദരൻ നിലമ്പൂരിൽ സ്വരാജിന് വേണ്ടി വർക്കിന് ഇറങ്ങി. ഇതൊക്കെ പത്മജയും മുരളിയും 2 പേരും 2 വഴിക്കാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പറയുന്ന വഴിയെ തന്നെ എല്ലാവരും പോയിക്കൊള്ളണം എന്നുള്ള നിർബന്ധമൊന്നും പിടിച്ചില്ല. ഇങ്ങനെ അല്ലെങ്കിലും ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കുറച്ച് അർത്ഥങ്ങൾ വേറെ തരത്തിലുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചർച്ച ഇവിടെ നിർത്താം. പക്ഷേ അതൊരു സങ്കുചിത രാഷ്ട്രീയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പാറക്കാല പ്രഭാകർ അവർ പ്രണയിച്ചു പോകാൻ കഴിച്ചതാണ്. 2 പേരും JNUവിന്റെ പ്രൊഡക്റ്റാണ്. 2 പേരും സാമ്പത്തിക ശാസ്ത്രത്തിന് വിദഗ്ധരാണ്. അദ്ദേഹം ഇവരെക്കാൾ വലിയ എക്കണോമിസ്റ്റാണ്. പിന്നെ പാറക്കാല പ്രഭാകർ അദ്ദേഹം പിന്നെ ഇടക്കാലത്ത് നായിഡുമായിട്ടും പിന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, BJP ആയിട്ടും. ഇന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനാണ്, അത് പ്രത്യേകിച്ച് എക്കണോമിക് പോളിസിക്കകത്ത. പക്ഷേ അത് ആ ഒരു ഇതുമായിട്ട് ഇവരുടെ ബന്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിൽ നിന്നുകൊണ്ടുള്ള ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല. ഭർത്താവ് എതിർക്കുന്ന രാഷ്ട്രീയത്തിന് സ്തുതി പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്. വിമർശനങ്ങളല്ല ഞാൻ പറയുന്നത്, വിമർശനങ്ങളാവാം. വിമർശനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് ഭർത്താവ് എതിർക്കുന്ന രാഷ്ട്രീയത്തെ പുകഴ്ത്തുക എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ വിമർശിക്കാം, ഭർത്താവിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം. അല്ല, ഭർത്താവ് എതിർക്കുന്ന രാഷ്ട്രീയത്തോട് കാരണം ഭർത്താവ് എതിർക്കുന്ന രാഷ്ട്രീയത്തെ പുകഴ്ത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് സമൂഹത്തിന്റെ മധ്യത്തിൽ ഭർത്താവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. CPM-ന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അവരൊരിക്കലും കയ്യൊപ്പുയർത്തി കൊടുത്തിട്ടില്ല, സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ കമ്മ്യൂണിസമാണ് ശരിയെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. CPM-ന്റെ നയങ്ങളോട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ CM-ഉമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രൊജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല വഹിക്കുമ്പം അസോസിയേറ്റ് ചെയ്തതിനകത്ത് രാധാകൃഷ്ണൻ്റെ വകുപ്പിൽ അവർ IAS ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ അസോസിയേറ്റ് ചെയ്തപ്പം പിണറായി വിജയൻ്റെ സെക്രട്ടറിയായി KK രാഗേഷ് പ്രവർത്തിക്കുമ്പോൾ KK രാഗേഷുമായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിനകത്തുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓക്കെ ആയിരുന്നു എന്നതിൻ്റെ പുറത്ത് ആ എക്സ്പീരിയൻസ് അവർ പറയുന്നതിനകത്ത് തെറ്റില്ല എന്ന് തന്നെ. ഇപ്പം സിബി ഞാനും തമ്മിൽ പല കാര്യങ്ങളിലും യോജിപ്പുകളുണ്ട്. പക്ഷേ സിബി നമ്മൾ വളരെ അടുത്ത് നമ്മൾ സഹോദര തുല്യമായിട്ട് തന്നെ ഉള്ള സൗഹൃദത്തിലാണ് തോന്നുന്നത്. പക്ഷേ പുള്ളിയുടെ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, മറ്റേ ശരിയല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം എന്ന് പറയുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പുകഴ്ത്തലും വിമർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴാണ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. പുകഴ്ത്തലും വിമർശനവും തമ്മിൽ വ്യത്യാസം. യാത്രയപ്പ് ചടങ്ങ് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഒരു ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അയാളുടെ കൂടെ വർക്ക് ചെയ്ത
നല്ല നിമിഷങ്ങൾ ഓർത്തിരിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. KPCCയുടെ പുനഃസംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണം. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു നിലയും വിലയും വേണ്ടേ? ഞാൻ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാനും സെക്രട്ടറിയാണ്, അപ്പോൾ മറ്റൊന്നും സെക്രട്ടറിയാണ്. KPCC യോഗത്തിന് പോകുമ്പോൾ ആരൊക്കെയാണ് പരസ്പരം പേര് പോലും അറിയത്തില്ല. പേര് വിളിക്കാൻ CPM-നകത്താണെങ്കിൽ സഖാവെന്ന് വിളിക്കാം. ഇവരെന്തോ വിളിക്കുന്നത് അല്ല BJP-ക്കാരെ. ഇപ്പം ജി ഇപ്പോൾ അവർ അങ്ങ് എടുത്തു കഴിച്ചു. ഇനി കേരളത്തിനകത്ത് അവിടെ ചെല്ലുമ്പോഴേ ഉള്ളൂ ഇവർക്ക് ജി, ദില്ലി പോകുമ്പോഴേ ഉള്ളൂ. കേരളത്തിലും എല്ലാ പ്രാദേശിക ഭാഷയ്ക്ക് ഇവർ സാറാണ്. പക്ഷേ അല്ലാതെ എന്ത് ഇപ്പം ഇവർക്ക് എന്താ വിളിക്കാൻ പറ്റുന്നത്? പേര് അറിയത്തില്ല. പേര് ചോദിക്കാൻ പറ്റുമോ? കൂടെയുള്ള സഹഭാരവാഹിയോട് പേര് ചോദിക്കാൻ പറ്റുമോ മീറ്റിങ്ങിന് പോകുമ്പോൾ? രാജൻ ഭായി, ഞാൻ നമ്മൾ അവസാനമായിട്ട് ചർച്ച അവസാനിക്കുന്നതിന് ഞാനൊരു ചെറിയൊരു കഥ പറയാം. അതായത് എൻ്റെ സുഹൃത്ത് സ്ഥിരമായിട്ട് പറയുന്നൊരു കഥയാണ്. ഈ സംഭാഷണ വേളയിൽ വളരെ ഹാസ്യാത്മകമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരിതാണ്. ഇദ്ദേഹം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി ഇദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളോട് ചോദിച്ചു, MLA ഹോസ്റ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇദ്ദേഹത്തെ MLA ഹോസ്റ്റലിനെ അവിടെ എത്തിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ പുറകിലിരുന്ന ആൾ ഇറങ്ങിയിട്ട്, നമ്മുടെ സുഹൃത്ത് ഇറങ്ങിയിട്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞു, എത്രയായി എന്ന് ചോദിച്ചു. അല്ല സാറേ, സാർ എനിക്ക് തരണ്ട. അതെന്താ പൈസ തരണ്ട? അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു. സാറേ, ഞാനും ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് ശരിയില്ല. ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ രണ്ട് ഭാരവാഹികൾക്കും പരസ്പരം അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇന്ദിരാഭവനിൽ കൊണ്ടുപോയി ട്രിപ്പ് വിളിച്ചോണ്ടാണ് ഇയാള് കോൺഗ്രസിന്റെ എന്തോ ഭാരവാഹിയാണ് എന്ന് അറിയാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം അറിയുന്ന ആളുകളെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ, മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളായിരിക്കണം KPCC പ്രസിഡന്റിനെ ആക്കേണ്ടതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിവുള്ള ഒരൊറ്റ ആള് പോലും അവഗണിക്കപ്പെടാനോ കോർണർ ചെയ്യപ്പെടാനോ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അത് KC വേണുഗോപാലിനുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കുണ്ട് എന്നതുകൂടി നമുക്ക് പറഞ്ഞു വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു.